السلام عليكم ورحمة الله وبركاته. سورة الهمزة. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في أمد ممددة. പരമകാരുണ്യവനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. നാശം അല്ലെങ്കിൽ നരകത്തിലെ ഒരു ചെരു. അധികമായി പരദൂഷണവും അപവാദവും പറയുന്ന ഏതൊരുത്തനാണ് നബിയെയും സത്യവിശ്വാസികളെയും ഭത്സിക്കുന്ന പരദൂഷണക്കാരനായ ഉമയ്യത്ത് ബിൻ ഖലഫ്, വലീദ് ബിൻ മുഗീറത്ത് തുടങ്ങിയവരെ സംബന്ധിച്ചാണ് ഇത് അവതരിച്ചത്. അവൻ ധനത്തെ സംഭരിക്കുകയും അത് എണ്ണിക്കണക്കാക്കുകയും ചെയ്തു. അവൻ്റെ അജ്ഞത കാരണമായി തൻ്റെ ധനം തന്നെ മരിക്കാതെ ശാശ്വതനാക്കുമെന്നാണ് അവൻ ധരിച്ചത്. ഒരിക്കലുമില്ല, നിശ്ചയമായും ഹുദമയിലേക്ക് അവനെ എറിയപ്പെടും. ഹുദമ എന്താണെന്ന് താങ്കൾ അറിയിച്ച കാര്യമെന്താണ്? ഹൃദയങ്ങളിൽ പ്രത്യക്ഷമായി അതിനെ കരിക്കുന്ന, കത്തിച്ച് ചൂടാക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ അഗ്നിയാണത്രേ അത്. തീർച്ചയായും അത് അവരുടെ മേൽ മൂടപ്പെടും. നീട്ടപ്പെട്ട തൂണുകളിൽ, ഭാരമേറിയ ചങ്ങലകളിൽ എന്നും അർത്ഥവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഖുനൂത്ത് ഓതൽ എന്താണ്, എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അല്പം പഠിക്കാം. ഇൻഷാ അല്ലാഹ് കുറച്ച് ക്ഷമയോടുകൂടി കേൾക്കണം. സുബഹിയിൽ 2-ാം റക്അത്തിലെ ഇഅ്തിദാലിനും റമദാനിലെ 2-ാം പകുതിയിലെ വിത്റിൻ്റെ അവസാനത്തെ ഇഅ്തിദാലിനും പ്രബലാഭിപ്രായമനുസരിച്ച് മിൻ ഷൈഇൻ ബഅദ് വരെയുള്ള പതിവ് ദിക്റിന് ശേഷം ഖുനൂത്ത് ഓതൽ സുന്നത്താണ്. നബിചര്യയാണിതിന് തെളിവ്. റമദാൻ ആദ്യ പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതൽ റമദാൻ അല്ലാത്ത മാസങ്ങളിലെ വിത്റിൽ ഖുനൂത്ത് ഓതുന്നത് പോലെ തന്നെ കറാഹത്താകുന്നു. മുസ്ലിങ്ങളിൽ വല്ല വിപത്തും ഇറങ്ങിയാൽ അതിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി മറ്റു ഫർള് നിസ്കാരങ്ങളിലെ അവസാന റക്അത്തിലെ ഇഅ്തിദാലിൽ ഇമാമിനോടൊപ്പം ഖുനൂത്ത് ഓതിയ മസ്ബൂക്ക് പോലും ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തിരുന്നുവെന്നാണ് അടിസ്ഥാനം. വിപത്ത് പരോപകാരിയായ ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്നതായാലും ശരി, ഒരു പണ്ഡിതനോ യോദ്ധാവോ ശത്രുക്കളുടെ ബന്ധനത്തിലകപ്പെടൽ അതിനുദാഹരണമാകുന്നു. ശത്രുവിനെ പറ്റിയുള്ള ഭയം. ശത്രു മുസ്ലിമാണെങ്കിലും വരൾച്ച, പകർച്ചവ്യാധി മുതലായവയെല്ലാം വിപത്തിലുൾപ്പെടും. പെരുന്നാൾ നിസ്കാരമടക്കമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും നേർച്ചയാക്കിയത് മൂലം നിർബന്ധമായ നിസ്കാരങ്ങളിലും ഖുനൂത്ത് സുന്നത്തില്ല. മറ്റു ദുആകളിലെന്ന പോലെ തന്നെ ഖുനൂത്തിൽ 2 കൈകളും ചുമലിനു നേരെ ഉയർത്തൽ അള്ളാഹുവിനെ വാഴ്ത്തുന്ന ഘട്ടത്തിൽ പോലും സുന്നത്താകുന്നു. അതിൽ നബിചര്യ അനുകരിക്കലുമുണ്ട്. തൻ്റെ ഭാവി ജീവിതത്തിൽ ആപത്തുകളെ തടയുക മുതലായ കാര്യസിദ്ധിക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 2 മുൻകൈകളുടെ പള്ളയും സംഭവിച്ചു കഴിഞ്ഞ ആപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുൻകൈകളുടെ പുറംഭാഗവും മേൽപോട്ടാക്കണം. പ്രാർത്ഥനാവേളയിൽ ഖത്തീബ് കൈ ഉയർത്തൽ കറാഹത്താണ്. ഖുനൂത്തിൽ താഴെ പറയുന്നത് പോലുള്ള പ്രാർത്ഥന ഉച്ചരിക്കേണ്ടതാകുന്നു. اللهم اهدني فيمن هديت وعافني فيمن عافيت وتولني فيمن توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك
فإنه لا يذل من واليت ولا يعز من عاديت تباركت ربنا وتعاليت فلك الحمد على ما قضيت أستغفرك وأتوب إليك وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ഇനി ഇതിനർത്ഥം, അള്ളാഹുവേ, നീ സന്മാർഗത്തിലാക്കിയവരോടൊപ്പം എന്നെയും നീ സന്മാർഗത്തിലാക്കണമേ. നീ സുഖം നൽകിയവരോടൊപ്പം എനിക്കും നീ സുഖം നൽകണമേ. നീ സഹായവും സംരക്ഷണവും നൽകിയവരോടൊപ്പം എനിക്കും നീ സഹായവും സംരക്ഷണവും നൽകണമേ. നീ എനിക്ക് തന്നതിൽ അഭിവൃദ്ധി നൽകണമേ. നീ വിധിച്ച നാശത്തിൽ നിന്ന് എന്നെ നീ കാത്തുരക്ഷിക്കണമേ. തീർച്ചയായും നീ വിധിക്കുന്നവനാകുന്നു, നിനക്കെതിരെ വിധിക്കപ്പെടുകയില്ല. നീ സ്നേഹിച്ചവർ നിന്ദ്യരാവുകയോ നീ ശത്രുത വച്ചവർ യോഗ്യരാവുകയോ ഇല്ല. ഞങ്ങളുടെ നാഥ, നീ ഉന്നതനും നന്മ വർദ്ധിച്ചവനുമാകുന്നു. നീ വിധിച്ചതിൻ്റെ മേൽ സർവസ്തുതിയും നിനക്കാകുന്നു. നിന്നോട് ഞാൻ മാപ്പിനിരക്കുകയും നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുന്നു. ഖുനൂത്തിൻ്റെ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും പേരിൽ സ്വലാത്തും സലാമും ചൊല്ലൽ സുന്നത്തുണ്ട്. ഖുനൂത്തിൻ്റെ ആദ്യത്തേൽ സുന്നത്തില്ല. ഇതിനു പുറമെ തനിച്ചു നിസ്കരിക്കുന്നവനും മേൽ പ്രസ്താവിച്ച പ്രകാരമുള്ള പരിമിത സംഘത്തിൻ്റെ ഇമാമും സുബഹി നിസ്കാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഓതിയിരുന്ന ഖുനൂത്ത് കൂടി ഓതൽ സുന്നത്താണ്. ഇതാകുന്നു പ്രസ്തുത ഖുനൂത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഹ്ദീക വനുഅ്മിനു ബിക വനതവക്കലു അലൈക വനുസ്നി അലൈക ഖൈറ കുല്ലഹു നഷ്കുറുക വലാ നക്ഫുറുക വനഖ്ലഉ വനക്ഫുറു മൻ യഫ്ജുറുക. അല്ലാഹുമ്മ ഇയ്യാക നഅ്ബുദു വലക നുസല്ലി വനസ്ജുദു ഇലൈക നസ്ആ വനഹ്ഫിദു നർജു റഹ്മതക വനഖ്ശ അദാബകൽ ജിദ്ദ ബിൽ കുഫാരിൽ മുൽഹഖ്. ഫത്ഹുൽ മുഈൻ മലയാള പരിഭാഷയിൽ നിന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മൾക്ക് വരുന്നതായ എല്ലാ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.